take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. ഹായ് ഹലോ നമസ്കാരം. നമ്മൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരുള്ള GD കാർ മ്യൂസിയത്തിലാണ്. 100ഓളം വിൻറ്റേജ് കാറുകളുള്ള GD കാർ മ്യൂസിയം കാർ ഭ്രാന്തന്മാരുടെ ഒരു പറുദീസയാണ്. നമുക്കിന്ന് GD കാർ മ്യൂസിയം ഒന്ന് കയറി കാണാം. കൂടെ ഒരു സയൻസ് മ്യൂസിയം ഉണ്ടാകും. കോയമ്പത്തൂരുള്ള അവിനാശി റോഡിലാണ് ഈ GD മ്യൂസിയം ഉള്ളത്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാൽ വരാൻ പറ്റും. ശരിക്കും ഈ GD മ്യൂസിയം നിർമ്മിച്ചത് GD നായിഡു എന്ന കോയമ്പത്തൂരുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റും കാറുകളോട് അഗാധമായ പ്രണയമുള്ള ഒരാളായിരുന്നു. பாக்குறதுக்கு என்ன இருக்கு? பாக்குறதுக்கு என்ன இருக்கு? சயின்ஸ் பத்தி இந்த தயாரிச்ச பொருள் எல்லாம் இருக்குது. 1950കളിലാണ് ഈ GD നായിഡു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചത്. അക്കാലത്ത് അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി അന്നത്തെ കാലത്തെ ടെക്നോളജിയിലേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് കാറുകളുടെയൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് അതൊക്കെ നാട്ടിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. 1950 ഈ GD നായിഡു സാറ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ, ഇത് GD ഗോപാലൻ എന്നാണ് പേര്, അദ്ദേഹം ഇതുപോലെ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. ഇവിടെ 3 സ്ഥാപനങ്ങളുണ്ട്. കാർ മ്യൂസിയം ഉണ്ട്, സയൻസ് മ്യൂസിയം ഉണ്ട്, ഒരു സയൻസ് സെൻറ്ററും ഉണ്ട്, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ കാർ മ്യൂസിയവും അതുപോലെ തന്നെ സയൻസ് മ്യൂസിയം മാത്രമേ കാണുന്നുള്ളൂ. രണ്ടും കൂടെ കാണുന്നതിന് 175 രൂപയാണ്. ഏകദേശം 3 മണിക്കൂർ എടുക്കും രണ്ടും കൂടെ കാണുന്നതിന് വേണ്ടി. നമുക്ക് ഇവിടെ നിന്ന് 2 കയ്യിൽ കെട്ടാനുള്ള ബാൻഡൊക്കെ തരും. ഈ ബാൻഡൊക്കെ ഇട്ടുകൊണ്ട് വേണം നമുക്ക് ഈ കാർ മ്യൂസിയത്തിലേക്ക് കയറാൻ. ഓരോ പ്രദർശന സ്ഥലങ്ങളിലും ഓരോ കളറുള്ള ബാൻഡുണ്ട്. ഇത് ടിക്കറ്റും ഇത് ബാൻഡുമാണ്. 1880 തൊട്ട് 1950 വരെയുള്ള അന്നത്തെ പ്രശസ്ത കാർ നിർമ്മാതാക്കളായ ബെൻസ്, ഫോർഡ്, നമ്മുടെ സിട്രോയൻ നിർമ്മാതാക്കൾ, മിനി കൂപ്പർ, ഇവരുടെയൊക്കെ ഫാക്ടറികളിൽ ഈ GD നായിഡു സാറ് പോവുകയും അവിടുത്തെ അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പും ടെക്നോളജിയെ കൊണ്ട് അത്ഭുതപ്പെടുകയും ആ വാഹനങ്ങളൊക്കെ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇത് GD നായിഡുവിൻ്റെ വ്യത്യസ്തമായ ഒരു പ്രതിമയാണ്. സൈഡിൽ നോക്കിയാൽ മാത്രം നന്നായിട്ട് കാണാം, നേരെ നോക്കിയാൽ വേറൊരു തരത്തിലും കാണാം. പിറകിലുള്ളത് ഫിസിക്സിലെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എനർജിയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ്, ഫിനോമിനയാണ്. ചെറിയ RC കാറുകളുടെ ഒരു ഷോറൂമുണ്ട്. ഇവിടെയാണ് GD കാർ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാർ മ്യൂസിയം പിന്നെ പുള്ളിയുടെ സാധനം. നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ടയറുകളുടെ ഒരു ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് BC കാലഘട്ടത്തിൽ സുമേറിയൻസാണ് ആദ്യമായിട്ട് ടയറുകൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രമൊക്കെ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. പെരെ മെസപ്പൊട്ടേമിയ നഗരത്തിൽ അല്ലെങ്കിൽ പിന്നീട് ടയറുകളുടെ വികസനം, അങ്ങനെ അത് വാഹനങ്ങളിലേക്ക്, മോട്ടോർ വാഹനങ്ങളുടെ വികസനം, എൻജിനുകളുടെ വികസനം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഹിസ്റ്ററി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർ ഇൻഡസ്ട്രിയെ റെവല്യൂഷനൈസ് ചെയ്ത 5 പേരുടെ ചിത്രങ്ങളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെൻസ് മോട്ടോർ വാഗൻ കണ്ടുപിടിച്ച കാൾ ബെൻസ്, 1908 അമേരിക്കയിൽ ധാരാളമായി ഇറങ്ങിയ ഫോർഡ് T എന്ന മോഡൽ ഇറക്കിയ ഫോർഡ്, ഹെൻറി ഫോർഡ്, 1938 പീപ്പിൾസ് കാർ എന്ന അറിയപ്പെട്ട വോൾക്സ്വാഗൻ ബീറ്റിൽ ഇറക്കിയ ഫെർഡിനാൻഡ് പോർഷെ, നമ്മുടെ ഇപ്പോഴത്തെ സിട്രോയൻ കമ്പനി 1948 ഇറക്കിയ പേറി ബോലാഞ്ചർ, മോറിസ് മിനി എന്ന കാറിൻ്റെ ഉപജ്ഞാതാവായ സർ അലക് ഇസിഗ്നോയിസ്, ഇവരുടെ ഇത്രയും പേരുടെ ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ GD കാർ മ്യൂസിയത്തിലേക്ക് കയറുന്നത്. ഇത് പക്ഷേ ഫോർഡിൻ്റെ ആണ്. ഇത് ഫോർഡിൻ്റെ വോൾക്സ്വാഗൻ ബീറ്റ് ഇപ്പോഴും ഉണ്ട്, മോഡേൺ വണ്ടിയായിട്ട്. ഇൻറ്റേർണൽ പാർട്സ് കാണുന്ന രീതിയിൽ ഡിസെക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന വോക്സ്വാഗൻ്റെ തന്നെ ഒരു വണ്ടിയാണ്. 1948 ഇറങ്ങിയ സിട്രിയോൺ കമ്പനിയുടെ ഒരു കാറാണിത്. ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ്റെ 1985 ഇറങ്ങിയ മിനി മേഫെയർ എന്ന ഒരു കാറാണിത്. മിസ്റ്റർ ബീൻ സീരീസിലേക്ക് വണ്ടി കണ്ടതുപോലൊക്കെ തോന്നുന്നു. ഒറിജിനൽ സാധനമായിരിക്കും ഇല്ലയോ?
ക്ലാസിക് ലിമോസിൻ. ഇതാണ് കിടിലൻ ഐറ്റം. പൊന്നു മോനെ, സൂപ്പർ സാധനം. ഹിസ്പാനോ സുസിയ. 1922 ഇറങ്ങിയ ഒരു കാറാണ്, സ്പാനിഷ് കാറാണ് ഹിസ്പാനോ സുസിയ. 1922 കാലത്തെ ഇന്നോവേറ്റീവായിട്ടുള്ള ഷാസിയും എഞ്ചിനും ബ്രേക്കും ഒക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു ഇത്. ലക്ഷറി വണ്ടിയായിരുന്നു. ഒരു 7 ലിറ്റർ എഞ്ചിനും 135 HP പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. രജനീകാന്തിൻ്റെ ഏതാ പടത്തില്ല, പടയൊക്കെ അത് ടൊയോട്ട സുബാരു റെക്സ്. മാരുതി റൂട്ടുണ്ട്, മാരുതി പഴയ ആദ്യകാല മാരുതി റൂട്ട്. പക്ഷേ മസ്ദയുടെ വണ്ടിയാണ്, മസ്ദയുടെ എൻജിൻസ്. ക്രിസ്ത്യൻ ഹൈജൻസ് ആണോ? ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ ഡച്ച് ക്രിസ്ത്യൻ ഹൈജൻസ്. അതെനിക്കറിയത്തില്ല കേട്ടോ. ക്രിസ്ത്യൻ ഹൈജൻസ് ഈ പരിപാടി ഉണ്ടായിരുന്നു. പുള്ളി മറ്റേ ലൈറ്റിൻ്റെ വേവ് നേച്ചർ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയത്തുള്ളായിരുന്നു. ക്രിസ്ത്യൻ ഹൈജൻസ് 1680 എൻജിൻ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ അത് പ്രാവർത്തികമൊന്നും ആയില്ല. ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനായിരുന്നു, ഗൺ പൗഡറും പിസ്റ്ററും സിലിണ്ടറും ഒക്കെ വെച്ചിട്ട്. പക്ഷെ പിന്നീട് വന്ന പല കണ്ടുപിടുത്തങ്ങൾക്കും ഒരു തുടക്കമായിരുന്നു ക്രിസ്ത്യൻ ഹൈജൻസിൻ്റെ ഈ എൻജിൻ. ഈ വാങ്കൽ റോട്ടറി എൻജിൻ ജർമ്മനി കണ്ടുപിടിച്ചൊരു എൻജിനാണ്. പിസ്റ്റൺസിന് പകരം ഒരു ട്രയാങ്കുലർ റോട്ടറാണ് ഇതിനകത്തുള്ളത്. എന്തായാലും ഫ്യൂവൽ എമിഷൻസ് കുറവായതിനാലും പക്ഷേ കുറേ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ലെന്നാണ് അറിവ്. 1945 കണ്ടുപിടിച്ച ഒരു മുച്ചക്ര വാഹനമാണ് ഈ മോട്ടറേറ്റ്. അമേരിക്കയിലാണ് ഉണ്ടായിരുന്നത്. ഇത് വെലോസെലക്സ്. ഇത് മോട്ടറൈസ്ഡ് ബൈസിക്കിളാണ്. ഫ്രാൻസിലാണ് ഉണ്ടായത്. മുൻപേ കണ്ട മസ്ദയുടെ വണ്ടി തന്നെയാണ്. അപ്പുറത്ത് സുബാരു റെക്സ്, പിന്നെ ടൊയോട്ട സെറ. ഈ ടൊയോട്ട സെറ പടയപ്പ സിനിമയിൽ രജനീകാന്ത് ഉപയോഗിക്കുന്നതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിനിമയുടെ സീനും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹിസ്പാനോ സൂയിസ H6B. മുമ്പേ കണ്ട എൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഏതാണ്ടേ ഇത് 6 സീറ്ററാണോ? ഇത് കണ്ടോ, എംബ്ലം കണ്ടോ? ഐറ്റം കേരള രജിസ്ട്രേഷൻ ആണല്ലോ. ലിമോസിൻ കേരള രജിസ്ട്രേഷൻ പോലാണ് എഴുതിയേക്കുന്നത്. ശരിയോ തെറ്റോ ആയിരിക്കും, രജിസ്ട്രേഷൻ കറക്റ്റ്. ഇത് മൈസൂറെ വണ്ടിയായിരുന്നു. കാഡിലാക്കാണ് തോന്നുന്നു, കാഡിലാക്ക് തോന്നുന്നു. കാഡിലാക്ക് സെർവില്ല. അത് തന്നെ. പവർ കണ്ടോ? 4915 cc. എർട്ടിക 1500 cc. V8 എഞ്ചിനാണ്. സ്റ്റൂഡ് ബേക്കർ പ്രസിഡന്റ് ക്ലാസിക്. ഇതേത് വണ്ടി ഇത്? ഇതാണ് സ്റ്റൂഡ് ബേക്കർ. വീഡിയോസിലേക്കാണ്. ഇതെന്താ സാധനം? പക്കാട് സൂപ്പർ 8. വാവ്. ഓൾസ്മൊബൈൽ ഡെൽറ്റ 88. എൻ്റെ മോനെ, 110 HP എന്ന് പറയുമ്പോഴേ 1.5 HP നമ്മുടെ ടാങ്ക്. അതെ, മോട്ടർ. അതെ, ഇത് കണ്ടോ എന്നാ രസമാണ് ഈ വണ്ടി കാണാൻ. എംബ്ലമൊക്കെ എന്തുവാ ഇതൊക്കെ? ഈ അമേരിക്കയിലേക്ക് ഇപ്പോഴും കാണുമല്ലോ ഒളിച്ചു നടക്കുന്നവന്മാര്. ഷവർലയുടെ വണ്ടിയാണ്, ഷവർലെ. ലുക്ക് ഓനെ, ലുക്ക്. നേരത്തെ കണ്ട സ്റ്റൂഡ് ബേക്കർ, ഓൾസ്മൊബൈൽ, പെക്കാർഡ് ഈ കമ്പനികളൊന്നും ഇപ്പം നിലവിലില്ല. അവയൊക്കെ 1990കളിലോ ആ സമയത്തൊക്കെ നിർത്തിപ്പോയി. പണ്ടെന്നോ കണ്ടൊരു ചിത്രമുണ്ടായിരുന്നു. 1950കളിലെ 60കളിലെ അമേരിക്കയിലെ റോഡുകൾ. ആ റോഡുകളിൽ ഇങ്ങനെയുള്ള ഓൾസ്മൊബൈൽ, പെക്കാർഡ് പോലുള്ള വലിയ വണ്ടികൾ നിരന്ന് നിൽക്കുന്നതായിട്ടും അതിൻ്റെയൊക്കെ ബോഡികൾ ഫുള്ള് മെറ്റൽ ബോഡികളാണ്. ഇപ്പോൾ ഉള്ള വാഹനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കൂടിയ വാഹനം ഓഡി പോലെ ബെൻസ് പോലെ ആണെങ്കിൽ പോലും ഫ്രണ്ട് വശം മെറ്റലാക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഫൈബറേ പറ്റുമെന്നാണ് യൂണിവേഴ്സൽ കോഡെന്നാണ് എനിക്ക് തോന്നുന്നത്. നൈസാം രാജാവിനാണ് നമ്മുടെ ഇതിൻ്റെ പവർ എത്ര തൂക്കാൻ കൊടുത്തത്? അത് തിരുവിതാംകൂറല്ലല്ലോ, നൈസാം 220 HP കേട്ടോ.
റോൾസ് റോയ്സിൻ്റെ എന്താ എഞ്ചിനാണ് 2 ഹാവ് ഡിഫറൻഷ്യൽ ഗിയർ ഫാസ്റ്റിംഗ് ഹാൻഡ് സ്ട്രാപ്പ് ആണ് ഫേസ് മാർക്ക്. ഇത് ഏത് വണ്ടിയാണ്? ഫ്രണ്ട് എന്ത് ഏത് വണ്ടിയാണ്? റോൾസ് റോയ്സ് തന്നെയാണോ ഇതും? 1925 റോൾസ് റോയ്സാണ്. ഇതേതാ? ഫോർഡിൻ്റെ ആണ്. ഫോർഡ്സൺ 10 CWD ഫോർഡിൻ്റെ വണ്ടി. ഞങ്ങൾക്കിപ്പോൾ ഫോർഡ് ഫിഗോ ഉണ്ട്. ഇത് ആര് തന്നെയാണ്? MS സന്താനം കൊടുത്തതായിരിക്കും, മ്യൂസിയത്തിന് കൊടുക്കുക. അതേതാ? അത് വേറെ ആരാണ്ട് കൊടുത്തത്, പ്രേമാനന്ദ് പറഞ്ഞ ആൾ കൊടുത്തത്. ഏതാ വണ്ടി ഇത്? അതെന്ന് പറയുന്നത് ഫോർഡ് E83W. ഓ, എൻ്റെ ഒരു ഫോർഡ് ഫിഗോ ഉണ്ടേ. ഇത് വോക്സ് ഹാൾ. ഞാൻ കേട്ടുപോലില്ല ഈ പേരൊന്നും. വോക്സാ. ഇതേതാ? ഇത് കേരള രജിസ്ട്രേഷനാണ്. TN ശങ്കരൻ വർമ്മ നിലമ്പൂർ കൊടുത്തതാണ് ഈ വണ്ടി. ഇത് 48-ലാണ്. വോൾസലി മോട്ടർ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇദ്ദേഹത്തിന് വണ്ടി വേണം കിടിലമായിട്ട്. പൊളിയായിട്ട് പൊളി. ഇത് സുബ്രഹ്മണ്യം സാറ് കൊടുത്തത് കോയമ്പത്തൂർ. ഇത് ഓസ്റ്റിൻ 8. ഇതിപ്പോൾ ഓസ്റ്റിനെ കാണും, ഇപ്പോഴും കാണും ഈ വണ്ടിയൊക്കെ. ഓസ്റ്റിൻ മിനിവാൻ. മിനിവാൻ ഇതങ്ങനത്തെ ഒരു കാറൊക്കെ വേണേ. KLV ആണ് 970. കറക്കിയാണ് വണ്ടി സ്റ്റാർട്ടാകും. ഓസ്റ്റിൻ 7 റൂബി. ഈ 2,90,000 വണ്ടി ഉറങ്ങിയായിരുന്നു. 8,000 ഇപ്പോൾ വേൾഡിലുള്ളൂ. എല്ലാം UK വണ്ടിയാണ്. ഡെയിംലർ കമ്പനിയുടെ വണ്ടിയാണ്. ഡെയിംലർ സെഞ്ചുറി. ഇത് കേട്ടിട്ടുണ്ട് ഡെയിംലർ. ഇതേതാ? മോറിസ് 8 സീരീസ്. ഈ വണ്ടി ഭ്രാന്തന്മാർക്ക് ഇതൊരു സ്വർഗമാണ്, സ്വർഗം. ഈ വണ്ടി ഈ മ്യൂസിയം എന്തായാലും അബദ്ധത്തിൽ അവിടെ കയറിയത് കാര്യമായി. ഏതോ വണ്ടി, ഏത് വണ്ടിയാണ് ഇത്? മോറിസ് കൗളി. ഇനി ഇവിടെ ഇന്ത്യൻ കാറുകളുടെ സെക്ഷനാണ്. 18ാം സെഞ്ചുറി തൊട്ട് ഇന്ത്യയിലെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടൊക്കെ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. പഴനി, ബാക്കി എന്താ അത് വായിക്കും. കോവൈ. ഇത് എൻ്റെ ഒരു ഡിസെക്ഷൻ നടത്തിയ സംഭവം. അതായത് കുറേ ഇയാൾ 40s ഷെവർലയുടെ മോഡലാണ് കേട്ടോ. ഷെവർലെ കോവൈ പഴനി. വണ്ടി ഓടിക്കാണ് ഇതൊക്കെ. വസന്തർ ബസ്സാണ് ഇതോ. വണ്ടി 40s ലോ കോസ്റ്റ് കാർ. ഇതെന്തുവാ? ഇത് ഞാൻ കണ്ടുണ്ടല്ലോ. റേവ. അതിപ്പോൾ റോഡിലൊക്കെ കണ്ടുണ്ട്. ഇലക്ട്രിക്കാണ്. ഇതേതാ? ഫാരിമാൻ ഡീസൽ. ഇന്ത്യൻ കാർസാണ്. ഇതിപ്പോൾ ഉള്ളത്. ഇത് ഫ്രാൻസിൽ നിന്നുള്ള വണ്ടി. ഇന്ത്യൻ കാർസ്, സ്വദേശി കാറുകളാണ് ഇതൊക്കെ. മീര ഇതൊക്കെ എന്തോ. അരവിന്ദ് ഞാൻ കണ്ടില്ല ഇതൊന്നും. ഇതൊക്കെ എപ്പോഴും ഉണ്ടോ റോഡിൽ? സഞ്ജയ് ഇൻഹിസ് മാരുതി ഇന്ത്യൻ വണ്ടിയാണല്ലോ. ക്ലാസ് ഇന്ത്യൻ കാർസാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ വണ്ടി. അംബാസഡർ. നമ്മുടെ പഴയ അംബാസഡറിൻ്റെ എവല്യൂഷനാണ്. 1964 ആയിരുന്നു. മറ്റേ 1967 64 ആയപ്പോൾ. അത് 1957 വിൻഡ് ഇവോൾവ് ചെയ്ത് 84 അവർ തന്നെ ഹിന്ദുസ്ഥാൻ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സാണ്. പിന്നെ 56 ഏതാ? പ്ലൈമൗത്ത്. ഇതൊരു വണ്ടി, ഇന്ത്യൻ വണ്ടിയായിരുന്നു. പ്ലൈമൗത്ത് സാവോയ് കേട്ടിട്ടുണ്ട്. പഴയ സിനിമകളിലൊക്കെ കണ്ടുണ്ട്. ഫിയറ്റ് ഇന്ത്യയിൽ ഇറക്കിയായിരുന്നു. ശരിയാണ്. ബോംബെ കുറേ കാലം ഇതൊക്കെ ആയിരുന്നു ടാക്സി. അപ്പോൾ അതൊക്കെ മാറി. കറണ്ട് കൊടുത്തതാണ്. മഹേന്ദ്രൻ ചിന്നു കോയമ്പത്തൂർ. ജഗദീശൻ കൊടുത്തതാണിത്. മോഹൻ കൃഷ്ണൻ പന്താളൈ എന്ന സാറ് കൊടുത്തതാണ്. മറ്റേ ജഗദീശൻ സാറ്. ഓക്കെ. ഇന്ത്യ വയോധികർ. ഇതെന്താ? പ്രീമിയർ പ്യൂഷയുടെ വണ്ടി. ഇതെന്താ? ഇത്
ഇതും ഫ്യൂഷ്യയുടെ വണ്ടിയാണ്. അല്ല, ഫിയറ്റ് യൂണോ, അത് ഞാൻ കണ്ടുണ്ട്. ഇപ്പം മോഡേൺ വണ്ടികളാണ്. ഇതാരാ? വാൻക്വാഡ്. കൊള്ളാം, കേട്ടിട്ടില്ല. ഇന്ത്യൻ കാറാണ്. ഇതേതാ? ഇത് സ്റ്റാൻഡേർഡ് മോട്ടോർ പ്രൊഡക്ട്സ്. വണ്ടി ഏതാ? ഓ മോനെ, ഇതും പൊളിയായിട്ട്. പൊളിയായിട്ട് വെച്ച് കണക്കിയായിരിക്കും സ്റ്റാർട്ടാണ്. ഇതും പഴയകാലത്തെ വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് വണ്ടി വണ്ടിയുണ്ട്. സ്റ്റാൻഡേർഡ് 20 എന്നൊരു വണ്ടി അമ്മയുടെ അപ്പച്ചനുണ്ടായിരുന്നു. അതിൻ്റെ സീറ്റ് ഇപ്പോഴും അമ്മയുടെ വീട്ടിലിരിക്കുന്നു. സ്റ്റാൻഡേർഡ്. ഓ, ഇത് കണ്ടുണ്ട്. സ്റ്റാൻഡേർഡ് മോട്ടോ, സ്റ്റാൻഡേർഡ് 2000. ഈ സ്റ്റാൻഡേർഡ് കമ്പനി ഇപ്പോൾ ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവിടെ ഉള്ളത്. ഇത് നമ്മുടെ മാരുതി. ഇതാ അമ്മ പറഞ്ഞത്. മറ്റേ എല്ലാം അവിടെ ഒരു വണ്ടി കണ്ടില്ലയോ? പേര് ഞാൻ പറഞ്ഞത്. സുബാരുവിൻ്റെ ഇപ്പുറത്ത് മാരുതി ജിപ്സി. ഓ, ഇപ്പോഴും ഉണ്ട്. സെന്ന്. ഓക്കെ, നമുക്കറിയാം. ഇൻഡിക്ക. ഓക്കെ, ഇത് പറയാം ഇൻഡിഗോയ അല്ലയോ? അത് പുറന്നോട്ടുള്ള വണ്ടിയാണ്. ശരിയാ. സെഡാൻ. നാനോ. നാനോ ബസ്സിനുണ്ട്. നാനോ ഡിസെക്ഷൻ നടത്തി വെച്ചേക്കുന്നത്, കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. എഞ്ചിനൊക്കെ ഇവിടെ. ഓക്കെ. ഇതെന്തോ സാധനം? കാരവൻ ബസ് യൂസ് ചെയ്ത് തൻ്റെ EVR പെരിയാർ ക്യാമ്പയിൻ. തമിഴ്നാട്ടിലേക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള ഒരാളാണ് ഈ പെരിയാർ. തൻ്റെ ഈ പെരിയാർ എന്നാണ് പറയുന്നത്. അത് ഷെവർലയുടെ ഇന്ത്യൻ കാർസിൽ എന്തോ ഇത് കാരവാനായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ ഈ കാരവാനൊന്നും സർക്കാർ അനുവദിക്കുന്നേ ഇല്ല. കൊള്ളാം. വാവ്, സൂപ്പർ. അകത്ത് കാണാൻ പറ്റുമോ? അകത്ത് കാരവാൻ്റെ സെറ്റപ്പെല്ലാം ഉണ്ട്. ബെഞ്ചും മറ്റേ ഫയർ പമ്പ് എന്തോന്ന്. ഇത് നമുക്കറിയാവുന്ന വണ്ടിയത്. ടാറ്റ ആര്യ. ഇത് സാൻഡ്രോ. ഓക്കെ, ഇത് മാറ്റിസ്. ജിജോയ്ക്ക് മാറ്റിസ് ഉണ്ടായിരുന്നു. ജിജോ ജോർജിന്. സിഫാനി ഡോൾഫിൻ. ഇതേത് വണ്ടിയാണ്? വണ്ടി ഉണ്ടായിരുന്നു. മാരുതി റൂട്ടിലില്ല. ഇതേതാ? സൺറൈസ് ഓട്ടോ. ഇതേത് വണ്ടിയാണ്? 3 ഏക്കറേ ഉള്ളൂ കേട്ടോ. ഇത് ഫോർഡല്ലേ? നമ്മുടെ വണ്ടി ഫോർഡ്. മഹീന്ദ്ര ഫോർഡായിരുന്നു ആദ്യം. ഫോർഡ് എസ്കോർട്ട്. ഇത് നമ്മുടെ പക്ഷിരാജ സ്റ്റുഡിയോസ് കോയമ്പത്തൂർ. അത് പരസ്യമായിരിക്കും. ബെഡ്ഫോർഡിൻ്റെ സ്റ്റുഡിയോ വാന. പഴയ വണ്ടി. കിടിലം. ഒത്തിരി ഉണ്ട്. സമയമില്ല. 6 മണിക്ക് കടയടയ്ക്കും. കണ്ടിട്ടേ ഇല്ല. ഫെയ്മാൻ ഡീസൽ. ഇതാരാ? ജയറാം വരദരാജ് കൊടുത്ത വണ്ടിയാണ്. പക്ഷേ ഇത് ഫെയ്മാൻ ഡീസൽ. ഫാരിമാൻ ഡീസൽ എഞ്ചിൻ. ഇത് പേരൊക്കെ എഴുതുമോ? പേര് ഡേറ്റ് എഴുതിക്കോളൂ. എന്താ വേണ്ടേ? പ്ലേസ് കേരള. സോ എക്സൈറ്റിംഗ്. സൂപ്പർബ്. ഇവിടെ സയൻസ് മ്യൂസിയം. ജയേന്ദ്രൻ വാടിയാർ ഹാൾ. ഹംഗ്രി നമുക്ക് MD പോക്കാനല്ല. പോക്കാൻ കണ്ടിച്ച് ബസ് എന്താ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെയാണ്. എന്താണ്? GD നായിഡു ഓരോ സയൻറ്റിസ്റ്റുകളോടെ നിൽക്കുന്നതായിരിക്കും. 1974 മരിച്ച GD നായിഡു ഒരു ഇന്ത്യൻ വ്യവസായിയും മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എഡിസൺ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ കണ്ടുപിടിച്ചത് പുള്ളിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ GD നായിഡു സാറ് ഒരു 4 സ്ട്രോക്ക് എൻജിനും കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1940-50 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ, ഇലക്ട്രിക്കൽ ഫീൽഡിൽ, മെക്കാനിക്കൽ ഫീൽഡിൽ ഒക്കെ ഇദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. തൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയും അവിടെ നിന്ന് മിച്ചം പിടിച്ച പൈസ കൊണ്ട് ഒരു ചെറിയ മോട്ടോർ ബൈക്ക് വാങ്ങുകയും ആ മോട്ടോർ ബൈക്ക് അഴിച്ച് പണിഞ്ഞ് വീണ്ടും പഴയതുപോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ മെക്കാനിക്സമൊക്കെ പഠിക്കാനും അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹം ഒരു ബസ് സർവീസ് ആരംഭിക്കുകയും ആ ബസ് സർവീസ് വൻ വിജയമാകുകയും ചെയ്തു കോയമ്പത്തൂരിൽ. സയൻസിൽ അഗാധമായ താല്പര്യമുണ്ടായിരുന്ന GD നായിഡു കാലക്രമേണ വിദേശ നാടുകളിൽ പോവുകയും പല ടെക്നോളജികൾ പഠിക്കുകയും നാട്ടിൽ വന്നിട്ട് പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ടാക്കുകയും
അതിലൊക്കെ വിജയിക്കുകയും 1920 തൊട്ട് 1950 കാലഘട്ടം വരെയും ഇന്ത്യയുടെ സമ്പന്നത അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് CV രാമൻ, വിശ്വേശ്വരയ്യ അതുപോലെയുള്ള വലിയ മഹാന്മാരുമായിട്ടുമൊക്കെ അദ്ദേഹം ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ഇതെന്താ രജിസ്റ്റർ ഓഫ് വേജസ്, ശമ്പള ബുക്ക്, അക്വിറ്റൻസ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എല്ലാം ഓരോ ജോലി സ്ഥലത്ത് അക്വിറ്റൻസ് ഉണ്ട്, ശമ്പളം എഴുതിയൊക്കെ വാങ്ങിയ ശമ്പളമൊക്കെ. ഇതൊക്കെ എന്തുവാ, റൈസറോ, ഇലക്ട്രിക് റൈസറിൻ്റെ കണ്ടുപിടുത്തമായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് റൈസർ, ഫ്രൂട്ട് ജ്യൂസ് എക്സ്ട്രാക്ടർ ഒക്കെ കണ്ടുപിടിച്ചത് GD നായിഡു സാറാണ്. ഇവരും വിശ്വേശ്വരയ്യ, ഇവരും കമ്പനിയാണ്. വിശ്വേശ്വരയ്യയുടെ ഒരു 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 മ്യൂസിയം ഉണ്ട് ബാംഗ്ലൂർ, അതും അടിപൊളിയാണ്. അപ്പോൾ ഇവരൊക്കെ പഴയ കമ്പനിക്കാരാണ്. ഇറേസറല്ല, ഷേവർ, റേസർ റബ്ബറാണ്. ഫസ്റ്റ് ഇലക്ട്രിക് റേസർ, ആദ്യത്തെ ഇലക്ട്രിക് റേസർ. കോയിൽ സ്പ്രിംഗ് ജ്യൂസർ, ഇത് നമ്മൾ ഇന്നലെ ജ്യൂസ് അടിച്ച കടയിൽ നിന്ന് സാധനം. കോയിൽ സ്പ്രിംഗ് ജ്യൂസർ, പീലർ, ഇതൊക്കെ പേറ്റൻ്റ് കിട്ടിയായിരിക്കും. GD നായിഡു 1940 ഉണ്ടാക്കിയത് കേട്ടോ. ഈ പുള്ളി ഭയങ്കര ഒരു വിദഗ്ധനായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ. ഇൻഡസ്ട്രിയലിസ്റ്റാണ്. റിസർച്ച് 1970. വാൽവ് റേഡിയോ, ഏറ്റവും ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ് വാൽവിനുണ്ടത്. വാൽവ് മാറിയാണ് ഇപ്പോൾ ട്രാൻസിസ്റ്റർ ആയത്. ട്രാൻസിസ്റ്റർ പഴയ സംഭവം. സ്പീക്കർ സിസ്റ്റം 1940കളിൽ 5 വാൽവുള്ള റേഡിയോ സെറ്റ് കേവലം 70 രൂപയ്ക്ക് അദ്ദേഹം നിർമ്മിച്ചിരുന്നു. അന്നത്തെ കാലത്ത് 70 രൂപയ്ക്ക് വലിയ വിലയാണെങ്കിലും ആ ഒരു വിലയ്ക്ക് 5 വാൽവ് റേഡിയോ സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. VCR ഉണ്ടോ? VCR, ഇത് മറ്റേ മഷി പേനകളാണ്. ഇത് VCD പ്ലെയറാണ്. CRT മോണിറ്റർ, അല്ലെങ്കിൽ TV, നമ്മുടെ ടെലിവിഷൻ. ഇതൊക്കെ എന്താ ടൈപ്പ് ഇലക്ട്രെല്ലാം കാൽക്കുലേറ്റേഴ്സ്. ആദ്യകാലത്തെ ഈ സയൻസ് മ്യൂസിയത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു 2000 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പതുക്കെ മറഞ്ഞു പോയിട്ടുള്ള സാധനങ്ങളാണ്. പഴയ CRT മോണിറ്ററുകൾ, CRT TVകൾ, ഇപ്പോൾ LED TV, LCD TV ഒക്കെ ആയല്ലോ. ഒരു 2K കിഡ്സിന് അല്ലെങ്കിൽ ജെൻസിക്കൊക്കെ ഇത് കുറച്ചും കൂടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ പഴയ TVകളും കാൽക്കുലേറ്റേഴ്സും ഇങ്ങനെയുള്ള പഴയ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അത്ര പുതുമയും ആശ്ചര്യവും തോന്നിയില്ല. പക്ഷേ 2K കിഡ്സൊക്കെ ഇവിടെ വന്നാൽ, അല്ലെങ്കിൽ ജെൻസിക്കാരൊക്കെ വന്നാൽ ഈ പഴയ TVകൾ, പഴയ ടൈപ്പ് റെക്കോർഡറുകൾ, പഴയ ഉപകരണങ്ങൾ, കാൽക്കുലേറ്റേഴ്സ്, മൊബൈൽ ഫോണുകൾ, അത് 1110 നോക്കിയ ഫോണുകളൊക്കെ ഉണ്ടല്ലോ പഴയത്, അതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നിയേക്കാം. ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം? മെഷീൻ, ഫോണോഗ്രാഫ് മെഷീൻ. അതെന്തിനുള്ളതാണ്? ഈ സന്ദേശം അയക്കാനുള്ളതാണ്. സഞ്ജീവിനി, സഞ്ജീവിനി, റയർ ഫോറസ്റ്റ്, ഡെൻസ് ഫോറസ്റ്റിൽ കാണുന്ന ഗഡുവിൽ എന്ന റയർ ഹെൽപ്പ്. ഉപയോഗിക്കുന്നത് സ്നേക്ക് ബൈറ്റ്സ്, വിഷം തീണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനാണ് എഴുതിയേക്കുന്നത്. അതായിരിക്കും പാമ്പിൻ്റെ കൂട്ടുകൾ. നായിഡു എന്തായാലും എന്തോ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, എല്ലായിടത്തും പോയിട്ടുണ്ട് പഴയ കാലത്ത്. ഇന്ത്യയിലെ ഒരു വിശ്വസനായ മനുഷ്യനാണ്. പക്ഷേ എനിക്ക് അത്ര അറിവില്ലായിരുന്നു കേട്ടോ ഇദ്ദേഹത്തെക്കുറിച്ച്. ഇപ്പോഴാണ് മനസ്സിലായി. നമ്മുടെ JRD ടാറ്റയെ പോലെ, അല്ലെങ്കിൽ CV രാമനെ പോലെ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ മനുഷ്യരുടെ കൂട്ടുള്ള വലിയ മനുഷ്യനായിരുന്നു. ഇന്ദിരാഗാന്ധിയോടൊപ്പം ഫോട്ടോ ആണല്ലോ എല്ലാവരും നിൽക്കുന്നു. പുള്ളി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നു. ലേൺ ഹൗ ടു ലേൺ ഈസ് ഇറ്റ്സ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ലേണിംഗ്. സത്യം, പഠിക്കാൻ അറിയണം. എന്തായാലും പഠിത്തമാണ് ഏറ്റവും വലിയ, പഠിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പഠിക്കാനുള്ള താല്പര്യമാണ് ഏറ്റവും വലിയ ഒരു അസറ്റ്, അല്ലെങ്കിൽ ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മനുഷ്യനുണ്ടാകും. ഇദ്ദേഹം കല്യാണം കഴിച്ചത് ചെല്ലമ്മാൾ, കൃഷ്ണമ്മാൾ, സരോജിനി മക്കളാണ്. സ്വാമി ദൊരൈസ്വാമി നായിഡു എന്നുള്ള പേര്. എഡിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. സയൻറ്റിസ്റ്റായിരുന്നു, എഡ്യൂക്കേഷനിസ്റ്റായിരുന്നു, നാഷണലിസ്റ്റായിരുന്നു. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിയായിരുന്നു. ആർക്കിടെക്റ്റാണ്, കോയമ്പത്തൂരുകാരനാണ്. വിശാലമായിട്ട് കിടക്കുമോ കാണാൻ. എന്തായാലും കാണുന്നില്ല, ബാറ്ററി ചാർജ് തീരാറായി ഫോണിൻ്റെ. അത് പിന്നെ പണ്ടേ തീർന്നതാണ്. വിൻറ്റേജ് IBM കമ്പ്യൂട്ടർ ഡൊണേറ്റഡ് ബൈ AYS ജ്ഞാനം ഓഫ് സെൻറ് ആനിവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊളംബോ, ശ്രീലങ്ക. പഴയ കമ്പ്യൂട്ടർ കേട്ടോ, ഇന്ത്യൻ അസംബ്ലി ഓഫ് കമ്പ്യൂട്ടർ കണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു തല കെട്ടിടത്തിൻ്റെ അത്ര ഉയരം ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറിന്. മദർ ബോർഡൊക്കെയാണ് വണ്ടർഫുൾ. IBM കമ്പ്യൂട്ടർ മോഡൽ 5362.
അങ്ങനെ ചെറുതും വലുതുമായ GD നായിഡു സാറ് കണ്ടുപിടിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും ആദ്യ കാലഘട്ടങ്ങൾ തൊട്ടുള്ള മോഡലുകളും, ഉദാഹരണത്തിന് പേന, പെൻസിൽ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, വാക്വം ക്ലീനർ, തയ്യം മെഷീൻ, ഫോണോഗ്രാം, അങ്ങനെ വിവിധങ്ങളായ ഉപകരണങ്ങളുടെ ആദ്യം തൊട്ടുള്ള മോഡലുകളൊക്കെ ഇവിടെ നമുക്ക് കണ്ടു രസിക്കാം. പ്ലേ സ്റ്റേഷൻ്റെ കൂട്ടുള്ളയാ, എൻ്റെ ഉപയോഗ കമ്പനിയുടെയാ. ഇത് ഞാൻ കളിച്ചിട്ടില്ല. ബോട്ടിൻ്റെ ഒരു പരിപാടി. ബോഗിയുടെയൊക്കെ മോഡൽ കേട്ടോ. ടൂൾസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഈ ബൈബിൾ മ്യൂസിയത്തിൽ പോയായിരുന്നേ. എവിടെയെന്നറിയാമോ? ഈ തിരുവനന്തപുരത്ത്. അവിടെ ഇതുപോലെ കേട്ടോ, ഈ പഴയ ബൈബിളിനെ കുറിച്ചുള്ള പഴയ പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണുക, പഠിക്കുക. അറിയാമോ നിങ്ങൾക്ക് എന്തോ ഹാം റേഡിയോ എന്ന് വെച്ചാൽ? ഇത് തന്നെ ലൈറ്റ് ഓൺ ആവുക കേട്ടോ. നമ്മൾ വന്നപ്പോൾ സെൻസറായിരിക്കും, തന്നെ ലൈറ്റ് ഓണായി. ഹാം റേഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള സിഗ്നൽസും പോകാത്തപ്പോൾ, അതായത് ഫോൺ ഓഫായി, മൊബൈൽ ഫോൺ ഓഫായി, റേഡിയോ സിഗ്നൽ അങ്ങനെ ഇല്ലെങ്കിൽ ഈ ഹാം റേഡിയോ വഴിയാണ് സിഗ്നൽസ് അയക്കുന്നത്. അതിന് പ്രത്യേക ലൈസൻസൊക്കെ വേണം ഹാം റേഡിയോയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ. നമ്മുടെ എനിക്കൊന്ന് കഴിഞ്ഞ 2012 പ്രളയത്തിന് ഹാം റേഡിയോ ഒക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടുണ്ട്. ലൈസൻസ് ഉള്ളവരൊക്കെ ഉണ്ട്. പപ്പായ്ക്കര ആളുണ്ടായിരുന്നു, മാവേലിക്കര, ഔസേപ്പച്ചായൻ. മറ്റേ ഫിസിക്സിൻ്റെ ലാബിൽ മറ്റേ പൾസ് നോക്കാം, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, മറ്റേ സിഗ്നൽസൊക്കെ ഇങ്ങനെ നോക്കുന്ന ഒരു CRT മോണിറ്റർ അല്ലേ ഇതെൻ്റെ പേര്? അങ്ങനെ ഒരു സാധനമല്ലേ ഇത്? ഐ ഡോണ്ട് നോ. ഇതെന്തോ വൈനോ, വില്യം ബേണിൻ്റെ എന്തോ സാധനം കേട്ടോ. പഴയ സംഭവമാണ്. എന്തൊക്കെയോ ഇരിക്കുന്നു. എന്തുവാന്നാ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ സമയമില്ല. പോട്ടെ. വോൾട്ട് മീറ്ററാണ്, വോൾട്ട് മീറ്റർ ഈ സാധനം. ഇപ്പോൾ വോൾട്ട് മീറ്ററൊക്കെ ഒരു ചെറിയ സാധനമാണ്. പണ്ടത്തെ വോൾട്ട് കിടക്കുന്ന സാധനം. വിശാലമായ ലോകം. പ്ലാസ്റ്റിക്കിന്റെ മോൾഡ് ചാർജറില്ലേ ഇത്? ചാർജറിന്റെ G-Plast പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്ത ഡാഷ്ബോർഡ് ടൈപ്പ് AC വെൻ്റാണോ ഇത്? അസംബ്ലി യൂണിറ്റുകളൊക്കെ ചെയ്യുന്നത്. സ്ഥലത്തേ എത്ര ലോകം മൊത്തം നശിച്ചാലും നമ്മുടെ വിത്തുകളും എല്ലാം ശേഖരിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? അല്ല, ഏതോ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഏത് സിനിമയിലാ? ഞാൻ അങ്ങനെ വായിച്ചതാ. അല്ല, എവിടെ കേട്ടിട്ടുണ്ട്? മിഷൻ ഇമ്പോസിബിൾ. പക്ഷെ അങ്ങനൊരു സ്ഥലം ഉണ്ടെന്നാ പറയുന്നത്. ഒന്നും നോക്കണല്ലോ. വിവിധ ഫോണുകൾ. ഈ ഫോണൊക്കെ പണ്ടത്തെ കോയിൻ ഫോൺ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതൊക്കെ? അയ്യോ, പഴയ ഫോൺ സിനിമയെ കണ്ടുള്ളൂ ഇതൊക്കെ. ഐഫോണൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടുള്ള ഫോൺ ഇതൊക്കെയാണ്. 1100. ഫോൺ പരിപാടി BSNL നിർത്തിയില്ലയോ? ലാൻഡ് ഫോൺ BSNL നിർത്തിയില്ലേ ഈ പരിപാടിയൊക്കെ? അവരിപ്പോൾ ഫൈബർ ഒപ്റ്റിക്സിന്റെ കൂടെ ആക്കി. ലാൻഡ് ഫോൺ അങ്ങനായിരുന്നു. ശരിയാ. വയേർഡ് ഫോണില്ല. വയേർഡ് ഫോൺ ഫൈബർ നെറ്റിന്റെ കൂടെ ഇത് ഉപയോഗിക്കുന്ന ഫോണില്ല സാധനം. നോക്കിയ 1600. എനിക്ക് പക്ഷേ 1100 ആയിരുന്നു. അതിൻ്റെ ഇവിടെ ഉണ്ടോ? ഇതിനകത്തുണ്ട് 1100. ഇതല്ലേ? അല്ല, അത് കുറച്ചുകൂടെ കുഞ്ഞു ഫോണാണ്. ഓഫ് മൊബൈൽ ഹാൻഡ്സ്. ഇതിൽ ദ ഫസ്റ്റ് ആപ്പിൾ ഫോൺ. അടിപൊളി. വിവിധ പെൻസിലുകൾ, പേനകൾ എല്ലാം ഉണ്ട്. വരണം, ഇന്നൊരുമായിട്ടൊന്ന് കാണണം. ഉള്ളവർക്ക് ഒരു പുലിക്കുട്ടുണ്ട്. ഇപ്പോൾ കടുവ ൻ്റെ മോഡലാണ്. കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇമേജ് ഇങ്ങനെയാണ്. കോൺവെക്സ് കോൺകേവിൽ ഇങ്ങനെയാണ്. കോൺകേവ് ടോപ്പ് കോൺകേവ്, ബോട്ടം കോൺവെക്സ്. ഇതെന്താ? പ്ലെയിൻ കോൺവെക്സ് ബോട്ടം. ഇതെങ്ങനെയാ? ടോപ്പ് പ്ലെയിൻ, ബോട്ടം കോൺവെക്സ്. ഇത് കോൺകേവാണ്. കോൺകേവ് ഇങ്ങനെയാണ്. ടോപ്പ് കോൺവെക്സ്, താഴെ കോൺകേവ്. ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിട്ട് കിടക്കുക. എർത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിലേക്ക് വീഴുന്ന രീതിയിൽ. ഈ പാതാളമൊന്നുമല്ല, പക്ഷേ ഈ സണ്ണ് ഇങ്ങനെ വികസിക്കുമല്ലോ. വികസിച്ച് എന്നാ പറ്റും? സണ്ണ് നമ്മുടെ അടുത്തോട്ട് വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ നോക്കുവാണെങ്കിൽ ആക്ച്വലി ഇതിങ്ങനെ കറങ്ങി സ്പൈറലായിട്ട് മേപ്പോട്ട് പോകുന്ന പറയുന്നത്. അല്ലെങ്കിൽ വേറെ ഡയറക്ഷൻ അങ്ങനെ പറയുന്നത്. കോയിൻ ഗെറ്റ്സ് സെൻറ്റർ ഫാസ്റ്റ് ഇറ്റ് മൂവ്സ്. കുഴി
പനോരമ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ. നമ്മൾ വേണ്ടേ ശരീരത്തിൽ കുഴപ്പം വല്ലതും ഉണ്ടോ അറിയാൻ പറ്റുമോ? കഴിക്കുന്നതിലും കുഴപ്പം. നമ്മളവിടെ കൈ വെച്ചപ്പോൾ കണ്ടോ? ആ ഇത് കണ്ടോ സാർ? ആ കണ്ട് അപ്പോൾ അവിടെ ചൂട് വന്നത് ഇപ്പോൾ എടുക്കുന്ന ഇൻഫ്രാറെഡൊക്കെ ഇത് വെച്ചിട്ടാണ് 93 ഫാരൻഹീറ്റ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ബോഡി ആയിരിക്കും. അല്ല ഇതൊരു സ്കെയിലാണ്. മുഖമൊക്കെ ചുട്ട് പൊളിച്ചിരിക്കുമോ നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ ദേഷ്യക്കാരാണ്, ഞങ്ങളൊക്കെ ഉണ്ട് ശാന്തന്മാരാണ്. പിന്നെയും കാണാൻ കുറേ ഉണ്ടായിരുന്നു. ഫോണങ്ങ് ഓഫായിപ്പോയി. എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ എറണാകുളത്തോട്ട് പോകാനുള്ള പരിപാടിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.